ഇറാൻ ഇറാഖ് യുദ്ധസമയത്ത് പേർഷ്യൻ ഗൾഫിൽ കുവൈത്തി ടാങ്കറുകൾക്ക് സംരക്ഷണമൊരുക്കാനായി അമേരിക്കൻ കപ്പലുകൾ പേർഷ്യൻ ഗൾഫിലേക്ക് എത്തിത്തുടങ്ങി. പതാക മാറ്റിയ കുവൈത്തി ടാങ്കറുകൾക്ക് അമേരിക്കൻ നാവികസേന അകമ്പടി നൽകുന്ന ദൗത്യത്തിന് ഓപ്പറേഷൻ ഏണസ്റ്റ് വിൽ എന്നാണ് വിളിക്കപ്പെട്ടത്. അപ്രകാരം ഈ ദൗത്യം ഔദ്യോഗികമായി ആരംഭിക്കുന്നത് ജൂലൈയിലാണെങ്കിലും അതിനു മുന്നേ 1987 മെയ് 25 തന്നെ ബഹ്റിനിലേക്ക് അമേരിക്കൻ ആയുധങ്ങൾ കൊണ്ടുപോയിരുന്ന കുവൈത്ത് പതാകയുള്ള ഒരു ചരക്ക് കപ്പലിന് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ സുരക്ഷാ അകമ്പടി നൽകിയിരുന്നു. കുവൈത്തി കപ്പലുകൾക്ക് അകമ്പടി നൽകിയതിലൂടെ ഇറാനുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിൻ്റെ വഴിയും അമേരിക്ക പേർഷ്യൻ ഗൾഫിൽ തുറന്നിട്ടു. 1987 ജൂലൈ 24 മുതൽ 1988 സെപ്റ്റംബർ 26 വരെയാണ് ഓപ്പറേഷൻ ഏണസ്റ്റ് വിൽ നീണ്ടുനിന്നത്. സ്വാഭാവികമായും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ നേവൽ കോൺവോയ് ഓപ്പറേഷൻ കൂടിയായിരുന്നു ഇത്. ഇറാൻ ഇറാഖ് യുദ്ധം ആരംഭിച്ച ഈ സമയം വർഷങ്ങൾ കഴിഞ്ഞിരുന്നല്ലോ. കരയുദ്ധം ഏതാണ്ട് സ്തംഭനാവസ്ഥയിൽ നിലനിന്നതിനാൽ ഉടലെടുത്തിട്ടുള്ള പ്രതിസന്ധി മറികടക്കാൻ ഇരു രാജ്യങ്ങളും തീവ്രമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലം കൂടി. ഇരു രാജ്യങ്ങളും എതിർ നഗരങ്ങളിലേക്ക് തന്നെ അഥവാ ജനവാസ മേഖലകൾ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് വൻതോതിൽ സ്കഡ് മിസൈലുകൾ പ്രയോഗിക്കാനും തുടങ്ങി. കരയിലെ നിശ്ചലാവസ്ഥ കാരണം പേർഷ്യൻ ഗൾഫിൽ യുദ്ധത്തിൻ്റെ രീതികൾ തന്നെ മാറി മറിയുകയും ചെയ്തു. ഷാറ്റ് അൽ അറബ് ജലപാതയിലൂടെ ഇറാൻ അപ്രതീക്ഷിതമായ ഒരു ആക്രമണം നടത്തി ഇറാഖിൻ്റെ അൽ ഫാസ് പെനിൻസുല തന്നെ പിടിച്ചെടുക്കുന്ന അവസ്ഥയുമുണ്ടായി. ഇറാഖിൻ്റെ എയർ ആക്രമണങ്ങൾ എന്ന പോലെ തിരിച്ചടി എന്നോണം IRGCN കടലിൽ മൈനുകൾ സ്ഥാപിക്കാനുള്ള തീരുമാനവുമെടുത്തു. USS സ്റ്റാർക്ക് കപ്പലിന് നേരെ ഇറാഖിൻ്റെ ആക്രമണം നടന്നതിൻ്റെ പിറ്റേന്ന് തന്നെ ഇറാൻ്റെ മൈൻ തട്ടി ആദ്യത്തെ കപ്പൽ അപകടവും സൃഷ്ടിക്കപ്പെട്ടു. കുവൈത്ത് വാടകയ്ക്കെടുത്തിട്ടുള്ള 3 സോവിയറ്റ് ടാങ്കറുകളിൽ ഒന്നായിരുന്നു ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ഓപ്പറേഷൻ ഏണസ്റ്റ് വില്ലിൻ്റെ ഭാഗമായി ആദ്യത്തെ വാഹന വ്യൂഹം ജൂലൈ 22 യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്ന് കുവൈത്തിലേക്ക് പുറപ്പെട്ടു. അമേരിക്കൻ പതാക വഹിക്കുന്ന 2 കുവൈത്തി കപ്പലുകളായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. ഗ്യാസ് പ്രിൻസ് എന്ന ഒരു ടാങ്കറും 4 ലക്ഷത്തിലധികം ടൺ കപ്പാസിറ്റിയുള്ള ബ്രിഡ്ജ് ടൺ എന്ന വലിയ ടാങ്കറുമായിരുന്നു ഇവ. ഇതിൻ്റെ പഴയ കുവൈത്തി പേര് അൽ റഖാഖ് എന്നുമായിരുന്നു. USS വോർഡൻ, USS ഫോക്സ്, USS കിഡ്, USS ക്രോംലിൻ, USS ക്രാക്ലിംഗ് എന്നീ കപ്പലുകൾ ഈ ദൗത്യത്തിന് സുരക്ഷയൊരുക്കുകയും ചെയ്തു. നിർണായകമായ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് കടക്കുന്ന സമയത്ത് ഇറാൻ്റെ 4 F-4 ഫൈറ്റേഴ്സിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നെങ്കിലും യാതൊന്നും സംഭവിക്കാതെ ഈ കപ്പലുകൾ കടലിടുക്ക് കടന്ന് പേർഷ്യൻ ഗൾഫിലൂടെ യാത്ര തുടരുകയുണ്ടായി. ഈ കപ്പലുകളുടെ നീക്കത്തെക്കുറിച്ച് ഇറാനികൾക്ക് കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അമേരിക്കൻ റിപ്പോർട്ടുകൾ. IRGCN ഈ കപ്പലുകളിൽ നിരോധിക്കപ്പെട്ട വസ്തുക്കൾ ഉണ്ടെന്ന നിലയിൽ പ്രസ്താവിക്കുകയും വടക്കൻ ഗൾഫിൻ്റെ മധ്യത്തിലുള്ള ഫാർസി ദ്വീപിന് പടിഞ്ഞാറ് കൂടെ കപ്പലുകൾ കടന്നു പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രി IRGCNൻ്റെ നിരവധി ചെറിയ ബോട്ടുകൾ കപ്പൽ ചാലിൽ അഥവാ വളരെ വലിയ കപ്പലായ ബ്രിഡ്ജ് ടണ്ണിന് കടന്നു പോകാൻ കഴിയുന്ന ആഴമുള്ള മേഖലയിൽ മൈനുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഈ ഫാർസി ദ്വീപിന് സമീപം ഇറാൻ്റെ ചില അസാധാരണമായ നീക്കങ്ങൾ അമേരിക്കൻ ഇൻ്റലിജൻസ് കണ്ടെത്തിയിരുന്നു. ഇത് IRGCNൻ്റെ ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ചുള്ള നേരിട്ടൊരു ആക്രമണ പദ്ധതി ആയിരുന്നെങ്കിലും പിന്നീട് ഇറാൻ അത് ഉപേക്ഷിച്ചു. എന്നാൽ മൈനുകൾ സ്ഥാപിക്കുന്നതോ സ്ഥാപിച്ച സമയമോ ഒന്നും കൃത്യസമയത്ത് US ഇൻ്റലിജൻസ് കണ്ടെത്തിയതുമില്ല. അതുകൊണ്ട് ചെന്ന് എത്തിച്ചത് അമേരിക്കൻ നാവികസേന നേരിട്ട ഒരു വലിയ നാണക്കേടിലേക്കായിരുന്നു. കപ്പലുകളുടെ സഞ്ചാരപാതയിൽ ജൂലൈ 24 ബ്രിഡ്ജ് ടൺ കപ്പൽ IRGCN സ്ഥാപിച്ചിട്ടുള്ള ഒരു മൈനിൽ ചെന്നിടിക്കുകയുണ്ടായി. വലിയ കപ്പലായതിനാൽ മൈനിൻ്റെ പ്രഹരശേഷിയൊക്കെ ഉൾക്കൊള്ളാൻ ബ്രിഡ്ജ് ടൺ ടാങ്കറിന് കഴിഞ്ഞിരുന്നു. കപ്പലിൽ വലിയൊരു ദ്വാരമൊക്കെ വീണെങ്കിലും ടാങ്കറിനെ അത് കാര്യമായി ബാധിച്ചില്ല. ചെറിയ വേഗതയിൽ തന്നെ കപ്പൽ മുന്നോട്ട് പോയി. എന്നാൽ ബ്രിഡ്ജ് ടൺ കപ്പൽ കുവൈത്തിലെത്തുമ്പോൾ അതിന് സുരക്ഷ നൽകേണ്ട അമേരിക്കൻ കപ്പലുകൾ ബ്രിഡ്ജ് ടണ്ണിൻ്റെ സഞ്ചാരപാതയ്ക്ക് പുറകിലായി വരുന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. മൈനുകൾ നീക്കം ചെയ്യുന്ന കപ്പലുകൾ പോലെ യുദ്ധക്കപ്പലുകളുടെ സുരക്ഷയ്ക്കായി ബ്രിഡ്ജ് ടൺ എന്ന വലിയ കപ്പലിനെ അമേരിക്ക ഉപയോഗിച്ചു എന്ന നിലയിലും അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ടാങ്കറിന് പുറകിൽ ഒളിച്ചു എന്ന നിലയിലും വാർത്തകൾ പരന്നു. അമേരിക്കയെ തറപറ്റിച്ചു എന്ന നിലയിലും ഇറാനിയൻ മേഖലയിൽ വ്യാപകമായ പ്രൊപ്പഗാണ്ട വാർത്തകളും സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. ഏതായാലും അമേരിക്കൻ പടക്കപ്പലുകളെ ഇറാൻ ആക്രമിക്കാൻ മുതിരില്ല എന്ന അനുമാനം ഇതോടെ തകരുകയും ചെയ്തു.
ഇറാനിയൻ എയർഫോഴ്സോ നേവിയോ അമേരിക്കയെ എതിർക്കാൻ മാത്രം ശക്തിയില്ലാത്തത് കൊണ്ട് തന്നെ നേരിട്ടൊരു ആക്രമണത്തിന് ഇറാൻ മുതിരില്ലെന്നും പകരം ഹിറ്റ് ആൻഡ് റൺ തരത്തിലുള്ള ആക്രമണങ്ങളെ നടത്തൂ എന്നും അമേരിക്കൻ റിപ്പോർട്ട് തന്നെ ഉണ്ടായിരുന്നെങ്കിലും മൈനുകൾ സ്ഥാപിച്ച് അമേരിക്കൻ മുന്നേറ്റത്തെ തന്നെ അത് ബാധിച്ചതോടെ അത് തകർക്കാനായി അമേരിക്ക പുതിയ നടപടികളെടുത്തു. അമേരിക്കൻ പടക്കപ്പലുകൾ സുരക്ഷയ്ക്കായി നിലയുറപ്പിച്ചിരുന്നെങ്കിലും പേർഷ്യൻ ഗൾഫിൽ മൈനുകൾ കണ്ടെത്താനോ നശിപ്പിക്കാനോ ഉള്ള സംവിധാനങ്ങൾ അമേരിക്ക എത്തിച്ചിരുന്നില്ല എന്ന് ഇതോടെ വ്യക്തമായി. വൈകാതെ 8 MH-53 സീ സ്റ്റാലിയൻ മൈൻ വാർഫെയർ ഹെലികോപ്റ്ററുകളും 8 ഓഷ്യൻ ഗോയിങ് മൈൻ സ്വീപ്പറുകളും 6 കോസ്റ്റൽ മൈൻ സ്വീപ്പറുകളുമൊക്കെ പേർഷ്യൻ ഗൾഫിൽ സുരക്ഷാ ചുമതലയ്ക്കായി നിയോഗിക്കപ്പെട്ടു. തീവ്ര സ്വഭാവക്കാരായ, പ്രവചനാതീതരായ, അപ്രതീക്ഷിത യുദ്ധരീതികൾ തിരഞ്ഞെടുത്തിരുന്ന IRGCN നാവികർ അമേരിക്കയുടെ ഭീഷണിയൊന്നും വകവയ്ക്കാതെ പേർഷ്യൻ ഗൾഫിലെ പല മേഖലകളിലും മൈനുകൾ സ്ഥാപിക്കുന്നത് തുടർന്നു. ഇത്തരത്തിൽ കപ്പൽ ചാലുകളിൽ മൈനുകൾ വർദ്ധിച്ചതോടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുകയും അതൊരു വലിയ ഏറ്റുമുട്ടലിൻ്റെ സൂചനകളൊക്കെ നൽകുകയുമുണ്ടായി. തങ്ങൾ മൈനുകളൊന്നും സ്ഥാപിച്ചിട്ടില്ല എന്ന നിലയിലാണ് ഇറാൻ ഔദ്യോഗിക മേഖല പ്രതികരിച്ചിരുന്നതെങ്കിലും IRGCN പേർഷ്യൻ ഗൾഫിൽ പല രീതിയിലുള്ള യുദ്ധമുറകളും സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ പലയിടത്തും കപ്പലുകൾ മൈനിൽ ഇടിക്കാനും അപൂർവമായി ചിലത് മുങ്ങുന്ന അവസ്ഥകളുമൊക്കെ പേർഷ്യൻ ഗൾഫിൽ വന്നെത്തി. ഓഗസ്റ്റ് 10 അമേരിക്കയിലെ ഒരു കമ്പനി വാടകയ്ക്കെടുത്തിരുന്ന ടെക്സാക്കോ കരീബിയൻ എന്ന ടാങ്കർ ഫുജൈറയ്ക്ക് സമീപം ഒരു മൈനിൽ തട്ടി അപകടം സംഭവിക്കുന്ന സ്ഥിതിയുണ്ടായി. ഹോർമൂസ് കടലിടുക്കിന് പുറത്ത് ഇറാനിയൻ മൈനുകൾ സ്ഥാപിക്കപ്പെടുന്നത് ഈ രീതിയിൽ ആദ്യമായിട്ടായിരുന്നു. അന്നേ ദിവസം തന്നെ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായിരുന്ന USS കോൺസ്റ്റലേഷനിൽ നിന്ന് പറന്നുയർന്ന F-14 യുദ്ധവിമാനം അമേരിക്കയുടെ തന്നെ ഒരു P-3 നിരീക്ഷണ വിമാനത്തിന് നേരെ ശത്രുതാപരമായ നീക്കം നടക്കുന്നുവെന്ന് സംശയം തോന്നുകയും അതിന് കാരണമായ റഡാർ അടയാളത്തിന് നേരെ 2 സ്പാരോ എയർ ടു എയർ മിസൈലുകൾ തൊടുത്തുവിടുകയും ഉണ്ടാവുന്ന അവസ്ഥയുമൊക്കെ വന്നെത്തി. എന്നാൽ അവയൊന്നും ലക്ഷ്യത്തിലൊന്നും എത്തുകയുണ്ടായില്ല. ഈ രീതിയിൽ ഇറാനും അമേരിക്കയും ഏത് നിമിഷവും നേരിട്ടൊരു ഏറ്റുമുട്ടൽ സംഭവിക്കാമെന്ന നിലയിൽ പേർഷ്യൻ ഗൾഫ് മേഖല കലുഷിതമായി തുടരുകയാണ്. കുവൈത്തിലേക്ക് ടാങ്കറുകൾ സുരക്ഷിതമായി എത്തിക്കാനായിട്ടായിരുന്നല്ലോ അമേരിക്ക ഓപ്പറേഷൻ ഏണസ്റ്റ് വില്ലിന് തുടക്കമിടുന്നത്. എന്നാൽ ബ്രിഡ്ജ് ടേൺ സംഭവത്തിന് ശേഷം, അഥവാ ആദ്യത്തെ കോൺവോയ് ഓപ്പറേഷനിൽ തന്നെ അപകടത്തിന് ശേഷം ഈ മേഖലയിൽ സുരക്ഷയ്ക്കും പട്രോളിങ്ങിനും പ്രത്യേകിച്ച് രാത്രിയിലെ നിരീക്ഷണത്തിനും കൂടുതൽ ശക്തി ആവശ്യമാണെന്ന് അമേരിക്ക മനസ്സിലാക്കി രഹസ്യമായി ഒരു ദൗത്യത്തിനു കൂടി രൂപം കൊടുത്തു. അതാണ് ഓപ്പറേഷൻ പ്രൈം ചാൻസ്. ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി അമേരിക്കൻ നാവികസേന ഫ്രിഗേറ്റുകളിൽ അമേരിക്കൻ കരസേനയുടെ പ്രത്യേക ദൗത്യങ്ങൾക്കുള്ള ആക്രമണ ഹെലികോപ്റ്ററുകൾ വിന്യസിക്കുകയുണ്ടായി. ഇതിനു പുറമെ ഹെർക്കുലീസ്, വിബ്രൗൺ 7 എന്നീ ബാർജുകൾ വാങ്ങി സഞ്ചരിക്കുന്ന കടൽ ബേസുകളായി, അഥവാ മൊബൈൽ സീ ബേസസായി അമേരിക്ക ഉപയോഗിച്ചു. ഇവയിൽ ഓരോന്നിലും ഒരു സീൽ പ്ലാറ്റൂൺ, 2 ഫാസ്റ്റ് പട്രോൾ ബോട്ടുകൾ, US ആർമിയുടെ ഹെലികോപ്റ്ററുകൾ, US മറൈൻ കോർപ്സ്, EOD അഥവാ സ്ഫോടക വസ്തുക്കളൊക്കെ നിർവീര്യമാക്കുന്ന സംഘം എന്നിവയൊക്കെ ഉണ്ടായിരുന്നു. ഈ മൊബൈൽ സീ ബേസിലെ ഡിഫൻസ് ടീം നേവൽ സ്പെഷ്യൽ വാർഫെയർ ടാസ്ക് യൂണിറ്റ്സ് എന്ന രീതിയിൽ നിലകൊള്ളുകയും IRGCN പേർഷ്യൻ ഗൾഫിൽ മൈനുകൾ സ്ഥാപിക്കുന്നത് തടയാനുള്ള മിഷൻ ഏറ്റെടുക്കുകയും ചെയ്തു. പേർഷ്യൻ ഗൾഫിലെ തീർത്തും അപകടകരമായ ഒരു മിഷൻ തന്നെയായിരുന്നു ഇത് എന്നും പറയാം. 1987 ഓഗസ്റ്റിൽ തീർത്തും രഹസ്യമായി തുടങ്ങിയ ഓപ്പറേഷൻ പ്രൈം ചാൻസ് തൊട്ടടുത്ത മാസം സെപ്റ്റംബറിൽ തന്നെ അതിശയിപ്പിക്കുന്ന ഒരു വിജയം ഇറാനുമേൽ നേടുകയുണ്ടായി. ഇറാൻ്റെ മൈൻ ലേയിങ് കപ്പൽ തന്നെ പിടിച്ചെടുത്ത് നശിപ്പിക്കുന്ന ഒരു മിഷനായിരുന്നു അത്.